ഒരാണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം വളരെ മനോഹരമായി അവതരിപ്പിച്ച ഒരു മലയാള സിനിമയുണ്ട്. അത് കുഞ്ചാക്കോ ബോബൻ നായകനായ നിഴൽ എന്ന സിനിമയാണ്. പക്ഷേ ഈ സിനിമയെക്കുറിച്ചോ ഇതിലെ ഈ ഒരു സൗഹൃദത്തിനെ കുറിച്ചോ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. സോ ഞാനത് പറഞ്ഞോട്ടെ. ഒരാണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം കാണിക്കുന്ന മലയാള സിനിമ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് 1999 കമൽ സംവിധാനം ചെയ്ത് റിലീസായ നിറം എന്ന സിനിമയാണ്. ഈ സിനിമയിൽ കുഞ്ചാക്കോ ബോബനും ശാലിനിയുമാണ് പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ കഥാപാത്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറയാൻ പറ്റും എബിയും സോനയും. കാരണം ഇന്ന് ഒരുപാട് ട്രോളുകളും ഒരുപാട് കളിയാക്കലുകളുമൊക്കെ ആ സിനിമയിലെ പല സീനുകൾക്കും വരുന്നുണ്ട്. ഈ എബി സോന എന്നുള്ള വിളി തന്നെ വളരെ ഇറിറ്റേറ്റിംഗ് ആണ് എന്ന രീതിയിലൊക്കെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ആ സിനിമ റിലീസായപ്പോൾ അതൊരു വലിയ വിജയമായിരുന്നു. ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമകളിൽ ഒന്നായിരുന്നു നിറം. കളക്ഷൻ നേടിയത് മാത്രമല്ല, ആ സിനിമ ഒരു ട്രെൻഡായിരുന്നു. അതിലെ എല്ലാ പാട്ടുകളും ഹിറ്റായിരുന്നു. നല്ല രീതിയിൽ അക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു നിറം. ആ സിനിമയിൽ ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം പറയുന്നുണ്ടെങ്കിലും പിന്നീട് അവർക്ക് സുഹൃത്തുക്കളായി മാത്രം കഴിയാൻ പറ്റില്ല, അവർ പിന്നീട് പ്രണയത്തിലാകും എന്ന രീതിയിലാണ് ആ സിനിമ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പക്ഷേ അന്നത്തെ കാലഘട്ടത്തിൽ ആ ഒരു ആശയം ആക്സെപ്റ്റബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമ വിജയിച്ചത്. മാത്രമല്ല, ആ സിനിമ കാണുമ്പോൾ ആ പർട്ടിക്കുലർ ക്യാരക്ടേഴ്സ് അവർ രണ്ടുപേരും അവസാനം ഒന്നിക്കണം എന്ന് കാണുന്ന എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലൈമാക്സിൽ അവർ ഒന്നിച്ചതുകൊണ്ട് പ്രേക്ഷകർ ആ സിനിമയെ ഒരു വലിയ വിജയമാക്കി മാറ്റി. സോ ഒരാണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തിനെ കുറിച്ചുള്ള മലയാള സിനിമ എന്ന് പറയുമ്പോൾ നിറം എന്ന സിനിമയെക്കുറിച്ച് പറയാമെങ്കിലും ആൺ പെൺ സൗഹൃദത്തിനെ കൃത്യമായി പോർട്രേ ചെയ്യുന്ന ഒരു സിനിമ എന്ന രീതിയിൽ ഒരിക്കലും നമുക്ക് നിറം എന്ന സിനിമയെ പറയാൻ കഴിയില്ല. എന്നാൽ 22 വർഷങ്ങൾക്ക് ശേഷം 2021 ഇതേ കുഞ്ചാക്കോ ബോബൻ തന്നെ നായകനായ നിഴൽ എന്ന സിനിമയിൽ ഒരു ആൺ പെൺ സൗഹൃദം വളരെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയ്ക്ക് മറ്റൊരു കൗതുകം കൂടെയുണ്ട്. നിറം എന്ന സിനിമയിലെ നായിക ശാലിനി ആയിരുന്നു. നിഴൽ എന്ന സിനിമയിലെ ഈ ക്യാരക്ടറിൻ്റെ പേര് ശാലിനി എന്നാണ്. ദിവ്യപ്രഭ അവതരിപ്പിച്ച ഡോക്ടർ ശാലിനി എന്ന ക്യാരക്ടറും കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിച്ച ജോൺ ബേബി എന്ന മജിസ്ട്രേറ്റും തമ്മിലുള്ള സൗഹൃദമാണ് ഞാൻ ഈ പറഞ്ഞ ആൺ പെൺ സൗഹൃദം. ഈ സിനിമ കണ്ട പലരും അത് കാര്യമായി ശ്രദ്ധിച്ചിട്ടുണ്ടാവണമെന്നില്ല. കാരണം ഇവരുടെ രണ്ടുപേരുടെയും സീനുകൾ ഈ സിനിമയിലെ പ്രധാനപ്പെട്ട മിസ്റ്ററി റിവീൽ ചെയ്യുന്ന സീനുകളായിട്ടാണ് വരുന്നത്. പക്ഷേ ഇവർ ഒരുമിച്ചുള്ള സീനുകളിൽ തന്നെ നമുക്ക് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ വളരെ മനോഹരമായി പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇതിലെ ഡോക്ടർ ശാലിനിയുടെയും ജോൺ ബേബിയുടെയും ക്യാരക്ടേഴ്സിൻ്റെ കോമൺ ഫ്രണ്ട് എന്ന് പറയുന്നത് ശാലിനിയുടെ ഹസ്ബൻഡായിട്ടുള്ള രാജനാണ്. ഇതിലൊരു സീനിൽ രാജനും ജോണും രാജൻ്റെ വീട്ടിലിരുന്ന് സംസാരിക്കുകയാണ്. ഈ സമയത്താണ് ഡോക്ടർ ശാലിനി അവിടേക്ക് വരുന്നത്. അപ്പോൾ ശാലിനി ഒരു ചായ വേണമെന്ന് പറയുന്നു. സോ ശാലിനിയുടെ ഹസ്ബൻഡായിട്ടുള്ള രാജൻ പോയിട്ട് ചായ ഇടാനായിട്ട് പോകുന്നു. ഈ സമയത്ത് ശാലിനിയും ജോൺ ബേബിയും തമ്മിലിരുന്ന് സംസാരിക്കുകയാണ്. അവിടേക്ക് ശാലിനിയുടെ ഭർത്താവ് ശാലിനിക്കുള്ള ചായയുമായി കടന്നു വരുന്നു. ഇത് വളരെ നാച്ചുറലായി നോർമലായി സംഭവിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ആ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു പെൺ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരു ആൺ സുഹൃത്ത് ഇരിക്കുന്നു. ആ പെൺ സുഹൃത്ത് വരുമ്പോൾ ഈ പെൺ സുഹൃത്തിൻ്റെ ഹസ്ബൻഡ് പോയി ഒരു ചായ ഇടാനായിട്ട് പോകുന്നു. ഇവർ രണ്ടുപേരും മാത്രം ഇരുന്ന് സംസാരിക്കുന്നു. മറ്റൊരു സീനിൽ ഇവർ രണ്ടുപേരും ശാലിനിയും ജോൺ ബേബിയും കൂടെ ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുന്ന സീനുണ്ട്. പിന്നീടും പലപ്പോഴും ഇവർ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സീനുകളുണ്ട്. സോ ഇവർ സംസാരിക്കുന്നതെല്ലാം സിനിമയിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ആ വിഷ്വലുകളിൽ വളരെ സ്വാഭാവികമായ രീതിയിൽ വളരെ നാച്ചുറലായി സംഭവിക്കുന്ന പോലെ ഈ ഫ്രണ്ട്ഷിപ്പിനെ ഈ സിനിമയിൽ കാണിച്ചു പോയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ സിനിമ വളരെ മനോഹരമായി ഒരു ആൺപെൺ സൗഹൃദം കാണിച്ചു എന്ന് പറയാനും കാരണം. അതായത് ഇവർ ലൗഡായിട്ട് ഞങ്ങളൊരു ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദത്തിനെ ഞങ്ങളിതാ കാണിക്കുന്നു, ഇത് ഭയങ്കര സംഭവമാണ്, ഇവർ തമ്മിൽ വേറെ റിലേഷനൊന്നുമില്ല എന്നൊന്നും ലൗഡായിട്ട് എവിടെയും പറയുന്നില്ല. ഈ ഒരു സൗഹൃദം വളരെ നോർമലാണ്, വളരെ നാച്ചുറലാണ് എന്ന രീതിയിലാണ് ഈ സിനിമയെ കാണിക്കുന്നത്. ഡോക്ടർ ശാലിനിക്ക് പകരം അവിടെ ഒരു ആണായിരുന്നെങ്കിൽ ഇതേ കാര്യം തന്നെയാണ് അവിടെ സംഭവിക്കുക. അതായത് ഒരു ആൺ സുഹൃത്ത് മറ്റൊരു ആൺ സുഹൃത്ത് വരുന്നു. ഇവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് ഇയാളുടെ പാർട്ട്ണർ, അത് ഭാര്യ ആയിരിക്കും, ഭാര്യ ഒരു ചായ ഇട്ടുകൊണ്ട് വരുന്നു. ഇതിനെ ഇവിടെ ജെൻഡർ റിവേഴ്സ് ചെയ്തിട്ട് ആ ഒരു കാര്യത്തിനെയും വളരെ നോർമലായി തന്നെ കാണിച്ചിരിക്കുകയാണ്. പിന്നെ രണ്ട് ആണുങ്ങൾ ഒരു കോഫി ഷോപ്പിലിരുന്ന് സംസാരിക്കുന്നു. ഇതിലൊരാൾ മാരീഡ് ആണ്. ഇത് രണ്ട് ആണുങ്ങളാണെങ്കിൽ അതൊരു നോർമലായ സീനാണ്. പക്ഷേ അതിലൊരാൾ മാരീഡ് ആയിട്ടുള്ള ഒരു പെണ്ണാവുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊരു ആൺ പെൺ സൗഹൃദത്തിൻ്റെ വിഷ്വലൈസേഷൻ ആവുന്നത്. പക്ഷെ അതിനെയും വളരെ നോർമലായി തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിനെ കാണിക്കേണ്ടതും. കാരണം ഇതൊരു നോർമലായ നാച്ചുറലായ കാര്യമാണെന്ന് കണ്ട് ഒടുവിൽ സമൂഹം ഇതൊരു നോർമലായ കാര്യമായി അക്സെപ്റ്റ് ചെയ്യും. അതിനു പകരം ആണും പെണ്ണും തമ്മിലുള്ള സൗഹൃദം പ്രണയത്തിലേക്ക് മാറാതെ കൊണ്ട് നടക്കുന്നത് എന്തോ വലിയ കാര്യമാണ് എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാലത്തും സമൂഹം അതിനെ സംശയത്തോടെ മാത്രമേ നോക്കുകയുള്ളൂ. സോ നിഴൽ എന്ന സിനിമയിൽ ഇതിലെ മിസ്റ്ററിയും കാര്യങ്ങളും പിന്നെ നയൻതാരയുടെ പ്രസൻസും എല്ലാം കാരണം ഇവരുടെ
പോർഷൻസിന് കാര്യമായ ശ്രദ്ധ കിട്ടിയിട്ടുണ്ടാവുന്നില്ല. പക്ഷേ ഈ സിനിമ ആദ്യം കണ്ടപ്പോഴേ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഈ ശാലിനിയും ജോൺ ബേബിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ വളരെ നോർമലായ വളരെ നാച്ചുറലായ ഒരു കാര്യമായിട്ട് പ്രസൻറ്റ് ചെയ്തതാണ്. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ള ടോപ്പിക്കുകളാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.